സംശയമുണ്ട ശോഭാജി, പിണറായി ചിരി വരികയാണ്. എങ്ങനെ പറയാൻ പറ്റും? പിണറായിയുടെ പേര് പറയാനൊന്നും എല്ലാവർക്കും പാർട്ടിക്കാർക്ക് വരെ നടക്കണം. അഴിമതി ഭരണത്തിനും അക്രമ ഭരണത്തിനെതിരെ ഏറ്റവും കൂടുതൽ ശബ്ദമുയർത്തുന്ന ഒരാളാണെന്ന് കേരളത്തിലെ ശോഭാജി. സഖാക്കൾ തന്നെ പറഞ്ഞിരിക്കുകയാണ് ഈ പ്രാവശ്യം ഞങ്ങൾ ആരിഫിന് വോട്ട് ചെയ്യില്ല. അപ്പോൾ ഈ പിണറായി സർക്കാരിനെ പറ്റി ഒരുപാട് അഴിമതി ആരോപണങ്ങൾ, ഒരു നാണയത്തിന് രണ്ട് വശങ്ങളുണ്ടല്ലോ. പേരെന്താണ് ഏട്ടൻ്റെ? രാജേന്ദ്രൻ. എന്തോ? രാജേന്ദ്രൻ. എങ്ങനെയാണ് ഈ തിരഞ്ഞെടുപ്പിനെ നോക്കി കാണുന്നത്? നല്ല ഇതായിട്ട് തന്നെ കാണുന്നു. ആർക്കാണ് വോട്ട്? സംശയമുണ്ട ശോഭാജി. എന്തുകൊണ്ടാണ്? ഈ നാട് രക്ഷപ്പെടാൻ വേണ്ടിയാ. എന്താ ഈ നാട് രക്ഷപ്പെടണം, ഈ മണ്ഡലം രക്ഷപ്പെടണം. അപ്പോൾ ഇതിനു മുമ്പേ ഉള്ള MP ഒന്നും ചെയ്തില്ല എന്നുള്ളതാണോ? അല്ലാതെ ഒന്നും കാര്യം നടക്കുന്നില്ല. അതെന്താ അങ്ങനെ പറയാൻ കാരണം? വേറെ ഒരു കാര്യം നടത്തിയിട്ടില്ല. എന്തോ? അവരുടെ പ്രവൃത്തി അതായതുകൊണ്ടാ. എന്താ അവരുടെ പ്രവൃത്തി അതായതുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ അതിന് പിന്നെ കൃത്യമായ ഒരു രാഷ്ട്രീയം കൊണ്ടുവരാന്ന് പറഞ്ഞാൽ 15 വർഷം 25 വർഷം കഴിഞ്ഞായിരിക്കും പിന്നെ അതേപ്പറ്റി ഒരു കല്ലിടാൻ വന്നത്. കല്ലിട്ട് വെച്ചുമ്പോൾ പിന്നെ ഈ ആളെ കാണിയല്ല. ഇന്ന് അതല്ല, പക്ഷേ BJPയുടെ ആളായതുകൊണ്ട് നല്ലൊരു ധൈര്യമുണ്ട്, ചെയ്യും. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യട്ടെ. ഒന്നാം പിണറായി സർക്കാർ വന്നു, തുടർച്ചയുണ്ടായി. അപ്പോൾ ഒരു കാര്യവും ചെയ്യാണ്ടാണോ അവർ ഭരണത്തിലേക്ക് ചിരി വരികയാണ്. എങ്ങനെ പറയാൻ പറ്റും? പിണറായിയുടെ പേര് പറയാനൊന്നും എല്ലാവർക്കും പാർട്ടിക്കാർക്ക് വരെ നടക്കണം. CPMകാർക്ക് എന്താ കാര്യം എന്നറിയോ? അവർ തൊഴിലാളി വർഗത്തെ സംഘടിപ്പിച്ചാണ് ഇത്രയൊക്കെ ആക്കിയത്. തൊഴിലാളി വർഗം എന്താണെന്ന് പിണറായിക്ക് ഇപ്പോൾ അറിയില്ല. ഇപ്പോൾ പിണറായിക്ക് അറിയാൻ പാടില്ല തൊഴിലാളി വർഗം എന്താണെന്ന് ചോദിച്ചാൽ പുള്ളി വാവളിക്കും. ആ കണ്ടീഷൻ പരിഹാസ്യ കഥാപാത്രമായി. അതെ, അതായത് ഇപ്പൊ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. എന്ത് ചെയ്യുന്ന പുള്ളിയുടെ കുടുംബം. ഞാൻ പിന്നെ പുള്ളിയെ കുറ്റപ്പെടുത്തുന്നില്ല. എല്ലാവർക്കും അവരവരുടെ മക്കളോട് സ്നേഹമുണ്ട്. അതേപോലെ പുള്ളിക്കും പുള്ളിയുടെ മകളോട് സ്നേഹം കൂടി പുള്ളി മകൾക്ക് വേണ്ടി സമ്പാദിച്ചു. അതല്ലാണ്ട് പൊതുജന നന്മയ്ക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്തില്ല. പിന്നെ മക്കളോട് സ്നേഹമുള്ള തന്തമാർക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഒരു അല്പം കടന്ന കൈയാണെന്ന് തോന്നിയിട്ടുണ്ടോ? മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ശോഭാജിയുടെ ഇഷ്ടം തോന്നാൻ എന്താ കാര്യം? ശോഭാജിയുടെ പ്രവർത്തനവും സംഭാഷണവും കൊണ്ടാണ്. ഇപ്പം അവർ ഉത്തരവാദിത്തം ഏറ്റിട്ടില്ലെങ്കിലും പറയുന്ന കാര്യം ചെയ്യും, ചെയ്യാവുന്ന കാര്യം ആർജവമുണ്ട്. അതായത് പറയുന്ന കാര്യം ചെയ്യും, ചെയ്യാവുന്ന കാര്യം പറയൂ എന്നുള്ള ഒരു ഇതുണ്ട്. അതെ, ആ സ്റ്റാൻഡ് അങ്ങനെ ഒരു വിശ്വാസമുണ്ട് നമുക്കുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ പരീക്ഷണം നടത്തി കഴിഞ്ഞാൽ, വിജയിച്ചു കഴിഞ്ഞാൽ ശോഭാജി ആരാണെന്ന് അപ്പം തെളിയും. നമസ്കാരം ചേട്ടാ, പേരെന്താ? രമേശ്. ചേട്ടൻ എന്താ തോന്നുന്നേ ഈ ഒരു തിരഞ്ഞെടുപ്പ് കാലഘട്ടം? വെച്ചാൽ പൊതുവെ ഇവിടെ LDFന് പ്രാതിനിധ്യമുള്ള ഒരു നാടാണ്. പ്രത്യേകിച്ച് പെരുമ്പളത്തിന്റെ യാത്രാക്ലേശം പരിഹരിക്കാൻ വേണ്ടി IM ഇടപെട്ടിട്ട് ആണ് നമ്മുടെ ഇപ്പോൾ ആലോചന വന്നത്. അപ്പോൾ അദ്ദേഹത്തിനാണ് കൂടുതലും ചാൻസ്. ബാക്കി രണ്ടുപേരുണ്ട്. ത്രികോണ പോരാട്ടം എന്നാണ് പറയുന്നത്. ത്രികോണ പോരാട്ടമാണെങ്കിലും പെരുമ്പളം ജനതയെ അപേക്ഷിച്ച് പെരുമ്പളത്തിന്റെ ആ ഒരു ഏറ്റവും വിഷമ ഘട്ടത്തിൽ നിന്ന് ഞങ്ങളെ കരകയറ്റുന്ന ഒരാളാണ്. ശരി ചേട്ടാ, അപ്പൊ നമസ്കാരം. അതെന്താ ചേട്ടാ? ജനങ്ങളാ തീരുമാനിക്കാൻ ജനിക്കണത്, ഞങ്ങളല്ല, ഞാനല്ല. ചേട്ടന് വോട്ടില്ലേ? എനിക്ക് വോട്ടുണ്ട്. അപ്പൊ പിന്നെ ചേട്ടൻ ജനോ അല്ലേ? ഞാൻ ചെയ്യേണ്ടത് ഞാനാ തീരുമാനിക്കണത്. എന്നാലും ഇപ്പൊ ആര് ജയിക്കുന്നു തോന്നണേ? ആര് ജയിച്ചാലും ഇവിടെ ആരെങ്കിലും ഒരാൾ ജയിക്കും, അത്രേ ഉള്ളൂ. വലിയ പ്രതീക്ഷകളൊന്നുമില്ല. ഭരണത്തിലെ പ്രതീക്ഷയില്ല. ഭരണത്തിനും പ്രതീക്ഷയില്ല. ഭരണപക്ഷത്തിലും ആര് ഭരിച്ചാലും നമുക്ക് പാവപ്പെട്ടവർക്ക് വരെ കണക്കാം. ആര് ഭരിച്ചാലും പാവപ്പെട്ടവന് ഒരു കാര്യമില്ല. അവന് പട്ടിണി മാത്രമാണെന്നാണോ? ദുരിതമാണോ? ദുരിതമാണ്. ഒരു മാറ്റം വരും എന്നുള്ളൊരു പ്രതീക്ഷയുമില്ല. ഒന്നും പ്രതീക്ഷിക്കണ്ട. ഇനി എന്ത് പ്രതീക്ഷിക്കാനുമാണ്. ശരി ചേട്ടാ, ഓക്കെ, താങ്ക് യു. പേരെന്താ ചേട്ടൻ്റെ? സജീവ്. ചേട്ടൻ എന്താ വിചാരിക്കുന്നത്? ആര് ജയിക്കുന്ന തോന്നുന്നു? ശോഭാജി ജയിക്കുന്നുള്ളത്. അതെന്തുകൊണ്ടാ? കാര്യം ജനങ്ങൾ ഒരുപാട് മാറി, അതുകൊണ്ടാണ് ഇവരെ ഇരുകൂട്ടരെയും കള്ളക്കളികൾ ജനങ്ങൾക്ക് മനസ്സിലായി. പിണറായി സർക്കാർ എന്തൊക്കെയോ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടെന്നല്ലേ പറയുന്നത്? എന്ത് ചെയ്തെന്നുള്ളതാണ് ഞങ്ങൾക്കൊന്നും അറിയാൻ പറ്റില്ല. ഇപ്പോഴും ആൾക്കാർക്ക് പെൻഷൻ കിട്ടിയിട്ടില്ല. ഇത്തവണ പെൻഷൻ കിട്ടിയില്ല എന്നുള്ളത് മാത്രമാണ്. പെൻഷൻ കിട്ടിയിട്ടുള്ളത് മാത്രമല്ല, അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന സർക്കാരാണ്. അതാണ് ഏറ്റവും പ്രധാനമായിട്ട്. അഴിമതി ഇല്ലാത്തൊരു ഭരണമാണ് ഇവിടെ ശോഭാജിക്കെതിരെ നിൽക്കുന്നത് KC വേണുഗോപാലാണ്.
തീർച്ചയായിട്ടും. ശോഭാജി കഴിഞ്ഞ ദിവസം വളരെ ഗുരുതരമായ ഒരു ആരോപണം കേസിക്കെതിരെ ഉന്നയിച്ചിട്ടുണ്ട്. ശോഭാജി എന്ത് ആരോപണം എന്ന് വെച്ചാൽ അത് ശരിയായിരിക്കും. കാര്യം വസ്തുനിഷ്ഠമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിട്ട് മാത്രമേ ശോഭാജി പറയാം. അതുകൊണ്ട് ശോഭാജി തന്നെ ജയിക്കും. കാര്യം എന്താണ് ഇത്ര നാൾ ആരിഫിന്, അതായത് LDFന് ഒരു മുൻതൂക്കം ഉണ്ടായിരുന്നു എന്നാണ് ഇവിടെ വന്നപ്പോൾ ഒരു മനസ്സിലായത്. എന്തുകൊണ്ടാണ് അതിന് വേണ്ട എന്ന് തോന്നുന്നു? ഒരിക്കലുമില്ല. കാര്യം ചെറുപ്പക്കാരടക്കം ഇവിടെ മാറിയിരിക്കുകയാണ്. പിന്നെ ശോഭാജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പിന്നെ കേരളത്തിൽ ഒരു ധാൻസി റാണിയാണ്. കാര്യം അവർ പിന്നെ പടപുരതി കിട്ടുകൊണ്ടാണ് മുന്നേറുന്നത്. ഈ ഇവിടുത്തെ ഭരണത്തിന് അഴിമതി ഒരിക്കലും ശോഭാജി പിണറായിക്കെതിരെ പറയാൻ യാതൊരു മടിയും കാണിച്ചിട്ടില്ല. ഒരിക്കലും കാണിച്ചില്ല. കാര്യം അഴിമതി ഭരണത്തിനും അക്രമ ഭരണത്തിനെതിരെ ഏറ്റവും കൂടുതൽ ശബ്ദമുയർത്തുന്ന ഒരാളാണ് കേരളത്തിലെ ശോഭാജി. അപ്പോൾ അതുകൊണ്ട് ശോഭാജി ജയിക്കുമെന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ശോഭാജി ജയിക്കും. ശോഭാജിനെ ജയിപ്പിച്ചേ അടങ്ങും. തീർച്ചയായിട്ടും ശോഭാജി ജയിക്കും. തീർച്ചയായിട്ടും. ജയിച്ചാൽ എന്തൊക്കെയാണ് ഒരു പ്രതീക്ഷകൾ? ശോഭാജി ജയിച്ചു കഴിഞ്ഞാൽ 100% ഒരു കേന്ദ്രമന്ത്രിയായിരിക്കും. കാര്യം നമുക്ക് കേരളത്തിന് ഒരു കേന്ദ്രമന്ത്രിനെ സമ്മാനിക്കാൻ ആലപ്പുഴക്കാവുമെങ്കിൽ അത് ഏറ്റവും വലിയൊരു മഹാഭാഗ്യമായിട്ടാണ് ഞങ്ങൾ. ശോഭാജി ആലപ്പുഴ ജില്ലയെ ചേർത്ത് നിർത്തുമെന്ന് തന്നെയാണ്. 100% ചേർത്ത് നിർത്തും. അത്തരത്തിലുള്ളൊരു ആറ്റിറ്റ്യൂഡുള്ളതാണ് ശോഭാജി. ഓക്കെ, നന്ദി ചേട്ടാ. ശരി ചേട്ടാ, എന്താണ് ഇത്തവണ ആലപ്പുഴയുടെ ഒരു എന്താ പറയുക ഹാർട്ട് ബീറ്റ് എന്താണ്? ഹാർട്ട് ബീറ്റ് ശോഭാ സുരേന്ദ്രന് സാധ്യതയുണ്ട്. കാരണം ഇടതും സഖാക്കൾ തന്നെ പറഞ്ഞിരിക്കുകയാണ് ഈ പ്രാവശ്യം ഞങ്ങൾ ആരിഫിന് വോട്ട് ചെയ്യില്ല. അതെന്താ? അതെന്താന്ന് ചോദിച്ചാൽ സഖാക്കൾ അത് വിട്ടു പറഞ്ഞില്ല. അതായത് ഇവിടുത്തെ ഒരു ആലപ്പുഴ മണ്ഡലത്തിലെ കാരണം വെച്ചിട്ടാണോ അതോ പിണറായി സർക്കാരിന്റെ? അതല്ല, മൊത്തത്തിൽ എന്തോ ആരിഫിനോടൊരു മടുപ്പ് സഖാക്കൾക്ക് തന്നെ തോന്നി തുടങ്ങിയതിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്. പ്രധാന പ്രവർത്തകരൊക്കെ തന്നെ പറഞ്ഞിരിക്കുന്നത് ഈ പ്രാവശ്യം ഞങ്ങൾ ചെയ്യുന്നില്ല. ആരിഫിന് വോട്ട് ചെയ്യില്ല. അവരും മാറ്റി അവർ ശോഭാജിക്കാണ് ഈ പ്രാവശ്യം ചെയ്യാൻ സാധ്യത. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോ ശോഭാജിക്ക് സാധ്യതയുണ്ട്. നമസ്കാരം. പേരെന്താ? എൻ്റെ ഒരു സാജൻ. ചേട്ടൻ എന്താ തോന്നുന്നത് ഇപ്പോഴത്തെ ഒരു തിരഞ്ഞെടുപ്പും അതിന്റെ ഒരു തയ്യാറെടുപ്പും എല്ലാം കണ്ടിട്ട് ആര് ജയിക്കുന്ന തോന്നുന്നത്? ഇവിടെ LDF തന്നെ ഗവൺമെന്റ് വരണമെന്നുള്ളതാണ് ആഗ്രഹം. എന്തുകൊണ്ടാണ് വെച്ചാൽ ഇപ്പോൾ ഇവിടുത്തെ ഒരു രീതി വെച്ച് നോക്കുമ്പോഴത്തേക്കും ആരിഫ് എന്ന് പറഞ്ഞ MLA എന്ന് പറഞ്ഞാൽ നല്ല വികസനമുള്ള ഒരു മന്ത്രിയാണ്. കേന്ദ്രത്തിൽ ഇപ്പോൾ എന്ത് കാര്യങ്ങൾക്കാണെങ്കിലും മറ്റുള്ള കാര്യങ്ങൾക്കാണെങ്കിലും വളരെ നല്ല രീതിയിൽ ജനങ്ങളത് തിരിച്ചറിയില്ല എന്നുള്ള മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പെൻഷൻ പണിയില്ല, ജനങ്ങൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുള്ളൂ. ഇപ്പോൾ തൊഴിലുറപ്പിൻ്റെ പ്രശ്നങ്ങൾ വെച്ച് സംബന്ധിക്കുമ്പോഴത്തേക്കും അവർക്ക് വർക്ക് ഓർഡർ അടിച്ചു വരുന്നുണ്ട്. പക്ഷെ അത് എന്തുകൊണ്ടാണ് വൈകുന്നത്? അല്ലെങ്കിൽ ഇപ്പോൾ പെട്രോളിന് വില കൂടി, ഈ സിലിണ്ടറിന് വില കൂടി, ഗ്യാസ് സിലിണ്ടറിന് വില കൂടി, അതേക്കുറിച്ചൊന്നും അവർ ചർച്ച ചെയ്യുന്നില്ല. ഇവിടെ 10 പേര് കൂടിക്കുമ്പോഴത്തേക്ക് അവർ ചർച്ച വിഷയം അവർക്ക് പെൻഷൻ വന്നില്ല എന്നുള്ള. ഇപ്പോൾ തൊഴിലുറപ്പ് സംബന്ധമായിട്ടാണെങ്കിലും തൊഴിലുറപ്പ് സ്ഥലത്ത് നിൽക്കുമ്പോഴത്തേക്കും 10 പെണ്ണുങ്ങൾ കൂടുമ്പോഴത്തേക്കും തൊഴിലുറപ്പ് കാശ് വന്നില്ല, അല്ലെങ്കിൽ എനിക്ക് പേരടിച്ചു വന്നില്ല എന്നുള്ള ആ ഒരു ഇത് വരും. പക്ഷേ എന്നെ സംബന്ധിച്ച് വന്നിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒന്ന് ഇവിടുത്തെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇപ്പോൾ പെരുമ്പളം ഏറ്റവും വലിയ വികസനത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പം ഇവിടെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ പെരുമ്പളം പാലം. ഈ പെരുമ്പളം ദ്വീപിനെ എൻ്റെ ചെറുപ്പ കാലഘട്ടങ്ങളിൽ ഞാൻ വന്നു പോകുന്നത്, ഞാൻ ഇവിടുന്ന് ബോട്ടിൽ കയറി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നേരെ പാണാവളി നിന്ന് വടുതല നിന്ന് അരുക്കുറ്റി അങ്ങനെ എറണാകുളം വരെ പോകുന്ന ഒരു ഗവൺമെൻറ് ബോട്ടിലാണ് ഞങ്ങളന്ന് സഞ്ചരിച്ചിരുന്നത്. ആ കാലഘട്ടങ്ങളൊക്കെ മാറി ഇപ്പോൾ ഒരു ജങ്കാർ സർവീസ് തുടങ്ങി. അതും LDF ഗവൺമെൻറ്റിനെ കൊണ്ടുവന്ന ഒരു ഇതായി. ഇപ്പോൾ ഇവിടുത്തെ ജനസൗകര്യങ്ങൾ തന്നെ സംബന്ധിക്കുമ്പോൾ ചില സാഹചര്യത്തിൽ ഈ ഇങ്ങനെ ജങ്കാറുകൾ സർവീസുകളൊക്കെ മുടങ്ങാറുണ്ട്. അപ്പോൾ ഈ പിണറായി സർക്കാരിനെ പറ്റി ഒരുപാട് അഴിമതി ആരോപണങ്ങൾ. ഒരു നാണയത്തിന് 2 വശങ്ങളുണ്ടല്ലോ. ഈ 2 വശങ്ങളിൽ ഓരോ വശങ്ങൾക്കും ഓരോ വശങ്ങളുണ്ട്. ഒരു വശം ഇതാണെങ്കിൽ ഒരു വശം തിരിച്ചിട്ടാണ്. ഒരു നാണയത്തിന് 2 വശങ്ങളുണ്ട്. അതങ്ങനെ പോകുള്ളൂ. ഇവിടെ ഗവൺമെൻറ് ആര് ഭരിച്ചാലും ശരി, ഇപ്പോൾ LDF ഭരിച്ചാലും UDF ഭരിച്ചാലും ശരി, ആ ഗവൺമെന്റിന്റെ ഇതൊരു വലിയ കുംഭകോണമാണ്. കരുവന്നൂര് മാസപ്പടി കേസ് ഇവ രണ്ടും മാത്രം നോക്കിയാല് ഉദാഹരണമാണ് ഞാൻ ഈ പറഞ്ഞത്. ഇപ്പൊ നമുക്ക് ഈ ഇലക്ഷൻ കൂടെ തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഏതൊരു കക്ഷിക്കായാലും അഴിമതി നടത്താം എന്നുള്ളൊരു അനുമതി അതായത് ജനങ്ങൾ കൊടുക്കുന്ന പോലെ ആവില്ലേ? അല്ല, അതാണ് അതിനുള്ളൊരു തിരിച്ചടിയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഒരു നാണയത്തിന് 2 വശങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഒരാൾക്ക് മാത്രം സപ്പോർട്ട് ചെയ്യരുത്. ആ നാണയം തിരിച്ചിട്ട് നോക്കണം. ആ നാണയത്തിൻ്റെ വശങ്ങളും നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ ഈ ഒരു നാണയത്തിന് 2 വശങ്ങളുടെ സ്ഥിതിക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത് ഞാൻ പറയും. ഇപ്പോൾ ഞങ്ങൾ പെരുമ്പളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള ഇതിലൊക്കെ നമ്മൾ പെരുമ്പളത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഏറ്റവും വലിയ ദ്വീപ് ഇപ്പോൾ മുട്ടാനിനി അകൻ നിസ്സാരം ഇത് മാത്രമേ ഉള്ളൂ. പാലം വരുന്നതുകൊണ്ടാണോ ചേട്ടൻ ഇത്ര സപ്പോർട്ടീവായിട്ട് സംസാരിക്കുന്നത്? അല്ലല്ല, അങ്ങനെ സപ്പോർട്ടിങ് അതുകൊണ്ടിട്ട് മാത്രമല്ല. അല്ലാണ്ട് തന്നെ നമുക്ക് ഒത്തിരി വികസനമുണ്ട്. ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ വികസനങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ അല്ലാണ്ട് മറ്റുള്ള കാര്യങ്ങൾ ഇപ്പോൾ ആരിഫിനെ സംബന്ധിച്ചിട്ട് എന്നുള്ള ആ ഒരു
പുള്ളി ഇവിടെ നിന്ന് വിജയിച്ച് പോയെടുത്തോളം കാലം ആരിഫിനെ കണ്ടിട്ടാണോ വോട്ട്, പിണറായിയെ കണ്ടിട്ടാണോ വോട്ട്, അതോ LDF അതായത് CPM ഞാൻ പറഞ്ഞില്ല, ഞാൻ എൻ്റെ ചെറുപ്പകാലം തൊട്ട് ഞാൻ വളർന്നു വന്നിരിക്കുന്ന ഒരു പ്രസ്ഥാനം LDF പ്രസ്ഥാനം. അത് ഇപ്പം അത് ഞങ്ങൾ കാരണന്മാരായിട്ട് തന്നെ അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ നായനാർ മന്ത്രിസഭ ഭരിച്ച കാലഘട്ടം തൊട്ടുകൊണ്ട് ഞങ്ങൾ ആ ഒരു പ്രസ്ഥാനത്തിൽ തന്നെ. പക്ഷെ എന്നാലും തിരിച്ചറിവുണ്ട് നമുക്ക്, ഏത് വെക്കണേ അതൊക്കെ തെറ്റ് ശരിയാണെന്ന് തിരിച്ചറിയാൻ പറ്റും. പക്ഷെ ഇവിടെ ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോഴത്തേക്കും നമ്മളുടെ വിശ്വസിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രം അതിൽ നിന്ന് അവിടെ ഒരു അഴിമതി നടക്കുന്നു. അപ്പോൾ അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് അപ്പം മറ്റുള്ളവരും അത് നടത്തുന്നില്ലേ, അതുകൊണ്ട് നമുക്കത് ചെയ്യാം, അങ്ങനെയുണ്ടോ? അല്ല, അങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഞാൻ അതേക്കുറിച്ച് ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ആ ഒരു ആരോപണത്തെക്കുറിച്ച് ഞാനൊന്നും സംസാരിച്ചിട്ടില്ല. അഴിമതി എന്ന് പറഞ്ഞാൽ അങ്ങൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഈ നമ്മൾ ആരൊക്കെ ഭരിച്ചു പോയിട്ടുണ്ടെങ്കിലും അതിനൊക്കെ ഓരോ അഴിമതി കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മൾ അപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാലഘട്ടം എന്ന് വെച്ചാൽ പിണറായി സഖാവിനെ സംബന്ധിച്ച് വെച്ച് നോക്കുമ്പോഴത്തേക്കും കൊറോണ കാലഘട്ടങ്ങളിലാണെങ്കിലും മറ്റുള്ള കാലഘട്ടങ്ങളിലാണെങ്കിലും അതിശക്തമായിട്ടൊരു പോരാട്ടത്തിലുള്ളൊരു വ്യക്തിയാണ്. ഈ കൊറോണ കാലഘട്ടം പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ്, PPE കിറ്റ് വാങ്ങിയതിൽ വരെ അഴിമതി ഉണ്ടായിരുന്നു. പെരുമ്പളത്തെ സംബന്ധിച്ച് മറ്റുള്ള കാര്യങ്ങൾ എനിക്ക് പറയേണ്ട കാര്യമില്ല. ഞാനിപ്പോൾ പെരുമ്പളം ദ്വീപിലാണ്. പെരുമ്പളം ദ്വീപിനെ സംബന്ധിച്ചിടത്തോളം കാലം അങ്ങനെ ഒരു അഴിമതിയെക്കുറിച്ച് ആരും പറഞ്ഞിട്ടില്ല. ഈ അഴിമതി എല്ലാവരും അറിഞ്ഞതാണ്. പെരുമ്പളം ദ്വീപിൽ മാത്രം ഉയർന്നിട്ടുള്ള ഒരു കാര്യമല്ല ഞാൻ ചോദിച്ചത്. ശരിയാണ്, എനിക്കറിയാവുന്ന കാര്യം. പക്ഷെ അങ്ങനെ ഒരു അഴിമതി എന്ന് പറയാൻ പറ്റില്ല അതിനെക്കുറിച്ച്. കാരണം വെച്ചാൽ ആ ഒരു ഗവൺമെൻറ് അത്തരം ചങ്കുറപ്പോടുകൂടി തന്നെ നിന്നുകൊണ്ട് അതിന് ശക്തമായിട്ട് ആ ഒരു കൊറോണയെ നേരിട്ടുകൊണ്ട് മാത്രം മുന്നോട്ട് പോയി. അതാണ് ജനങ്ങൾ ചിന്തിക്കുന്നത്. പെൻഷൻ മുടങ്ങിയില്ല, അവരുടെ മറ്റുള്ള കാര്യങ്ങൾ മുടങ്ങിയില്ല, മറ്റുള്ള കാര്യങ്ങളൊന്നും മുടങ്ങിയില്ല. അന്നൊക്കെ ഒന്നല്ല ഒരാൾക്കൊരു പരാതിയില്ല. ഇപ്പം ഈ ഒരു നിസ്സാരത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പം നിസ്സാര ഒരു കാലഘട്ടം കൊണ്ടാണ് നമ്മളുടെ പെൻഷൻ. അതിന് ശരി, സമ്മതിച്ചു. പക്ഷെ അതുകൊണ്ട് നമുക്ക് ഈ ഉള്ള കാര്യങ്ങൾ പറയാണ്ടിരിക്കണമെന്നുണ്ടോ? ഇല്ലല്ലോ, നമ്മൾ തുറന്നു പറഞ്ഞില്ലേ. ഇനിയിപ്പോൾ എൻ്റെ അറിവ് വെച്ചിട്ടുള്ള എൻ്റെ ആ ഒരു വോട്ട് ആരിഫിനാണോ? അത് തീർച്ചയായിട്ടും ഞങ്ങൾ എൻ്റെ എന്നല്ല എൻ്റെ ഫാമിലി വോട്ട് മൊത്തം ആരിഫിനാണ്. ശരി ഏട്ടാ, നന്ദി. തിരഞ്ഞെടുപ്പ് അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് അടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിരിക്കുന്നത്? പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചെന്ന് പറഞ്ഞാൽ എല്ലാവരെയും കൂടി ബൂത്ത് തലത്തിലൊക്കെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് വനിതകളുടെ പ്രവർത്തനമൊക്കെ വളരെ നന്നായിട്ട് നടക്കുന്നു. വളരെ പ്രതീക്ഷയുണ്ട്. ഇത്തവണ ശോഭാജി ജയിക്കുമെന്ന് ആത്മവിശ്വാസമുണ്ട്. 100%. അതിന് പിന്നിൽ എന്താണ്? മോദി ഗ്യാരണ്ടി ആണോ അതോ ശോഭാജി എന്ന വ്യക്തി കേന്ദ്രീകൃതമായിട്ടാണോ? ഫസ്റ്റ് വൺ മോദി ഗ്യാരണ്ടി തന്നെയാണ്. പിന്നെ രണ്ടാമത് ശോഭാജി എന്നുള്ള വ്യക്തി. എന്താണ് ശോഭാജിയിൽ കാണുന്ന പ്രധാന നേട്ടങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശോഭാജി എന്ത് കാര്യവും ആക്റ്റീവായിട്ട് നിന്ന് പ്രവർത്തിച്ച് നേടിയെടുക്കാനുള്ളൊരു കഴിവുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശോഭാജി ജയിക്കും. ശോഭാജിയെ ഇതിനു മുമ്പ് നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇവിടെ വന്ന് കണ്ടിട്ടുണ്ടോ? ഫസ്റ്റ് ടൈമാണ്. ഇതുവരെ ഒരു നടത്തിയേക്കുന്ന പ്രവർത്തനങ്ങൾ വെച്ചിട്ട് എത്രത്തോളം മുന്നോട്ട് പോയിട്ടുണ്ട് ശോഭാജി? വളരെ നല്ല പ്രവർത്തനമാണ്. ഇപ്പോൾ ആദ്യത്തേക്കാളും കൂടുതൽ രണ്ടാമത്തെ ഘട്ടത്തിൽ വന്നു. അതിനേക്കാൾ ഇരട്ടി പിന്നത്തെ ഘട്ടത്തിൽ വന്നു. ഇപ്പം പ്രതീക്ഷയുണ്ട്. കരിമണൽ ഖനനം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതിൽ പിണറായി എന്നുള്ള ഒരു വ്യക്തിയിലേക്ക് നോട്ടം എത്തുന്നുമുണ്ട്. അതെല്ലാവർക്കും വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെയാണോ ഈ പ്രവർത്തനങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത്? തീർച്ചയായിട്ടും. അതായത് ഈ കരിമണൽ ഖനനവും അതുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ പേര് അതിലേക്ക് വരുന്നത്, മുഖ്യമന്ത്രിയുടെ മകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം മുന്നോട്ട് നിർത്തിയിട്ടാവുമ്പോൾ എങ്ങനെയാണ് അവരെ ജയിലിൽ അടയ്ക്കണം, എങ്ങനെയാണ് അതിനോടുള്ളൊരു കാര്യങ്ങൾ? അതായത് അവർക്കെതിരെയുള്ള പോരാട്ടം മുന്നോട്ട് തന്നെ കൊണ്ടുപോകുമെന്നാണോ അതോ ഇലക്ഷൻ വരെ പിടിച്ചു നിൽക്കാനുള്ള ഒരു ഉപാധിയായിട്ടല്ല ഇതിനെ കാണുന്നത് എന്നതാണ്? അതെ, ഇലക്ഷൻ വരെ പിടിച്ചു നിൽക്കാനുള്ള ഉപാധിയല്ല. നമ്മൾ മുന്നോട്ട് ആ രീതിയിൽ തന്നെ പ്രതികരണത്തോടുകൂടി പോകാനുള്ളൊരു തീരുമാനമാണ്. ഓക്കെ, താങ്ക് യു ചേച്ചി. ശരി, പേരെന്താണ്? മഞ്ജു. എന്തോ? മഞ്ജു. ചേച്ചിയുടെ പേരെന്താ? ജിജി. എന്താണ് തോന്നുന്നത്? ആര് ജയിക്കുന്ന തോന്നുന്നത്?
അതെന്താ അങ്ങനെ തോന്നാനൊരു കാരണം? എന്താണ് മറ്റുള്ളവരെക്കാളും എന്താ പിണറായി ജയിക്കണം തോന്നാത്ത? രണ്ടാമതും ഭരണത്തിലേറിയ ആളല്ലേ? അതെന്തുകൊണ്ടാണ്? ഭരണത്തിന്റെ മേന്മ കൊണ്ട് തന്നെ. ഭയങ്കര മേന്മയാണെന്നാണോ പറയണത്? അതെന്താ? അതായത് നമ്മൾ ഒരു സർക്കാർ ഭരണത്തിൽ കയറി കുറേ കാര്യങ്ങൾ ചെയ്യുന്നു, അത് കഴിഞ്ഞ് രണ്ടാമത് ഭരണത്തിൽ കയറുന്നു, അതിനുശേഷം നമ്മൾ അവരെ തള്ളുന്നു. അങ്ങനെ വരാൻ പ്രധാനമായിട്ടും ചേച്ചിയുടെ മനസ്സിലെന്താ തോന്നുന്നത്? ആദ്യം തിരിച്ചറിഞ്ഞില്ല ഈ പൊള്ളത്തരങ്ങൾ, അതുകൊണ്ടാണ്. ചേച്ചിക്ക് എന്താ തോന്നുന്നത്? എനിക്കും അതുപോലെ തന്നെ. അതെന്താ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്നത്? കരുത്തുള്ള ഒരാൾ തന്നെയാണ്. കരുത്തുള്ള ആളാണ്, ആർജവമുണ്ട്. ഏത് കാര്യവും പറയാനും പ്രവർത്തിക്കാനും. പറയുന്നത് ഇപ്പൊ ഇവിടെ എന്താ പറയാ, നമ്മുടെ ഈ ഒരു ദ്വീപിനെ സംബന്ധിച്ചൊക്കെ ആണെങ്കിൽ LDF ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. എന്താണ് തോന്നുന്നത്? വ്യക്തമായിട്ട് ചോദിക്കാം. രണ്ടാമതും ഭരണത്തിൽ കയറിയതാണ് പിണറായി സർക്കാർ. അപ്പോൾ രണ്ടാമത് കയറിയിട്ടും വേണ്ട എന്നൊരു തോന്നൽ വരാൻ കാരണം? ഇതുപോലെയുള്ള പ്രവർത്തനം ഉണ്ടായിട്ട് ഒരുപാട് അഴിമതിയും കാര്യങ്ങളൊക്കെ ഉണ്ടായത് ജനങ്ങൾക്ക് ബോധ്യമാണ്. അതുകൊണ്ടാണ്. അപ്പോൾ ശോഭ ചേച്ചിക്കാണ് വോട്ട്? ഉറപ്പാണോ വോട്ട്? അല്ലേ? ശരി ചേച്ചി. ചേട്ടാ നമസ്കാരം. പേരെന്താ ചേട്ടാ? എൻ്റെ പേര് ശിവദാസ്. ചേട്ടന് എന്താ തോന്നുന്നത്, ആര് ജയിക്കും ഇത്തവണ ആലപ്പുഴ മണ്ഡലത്തിൽ? ആർക്കാ മുൻതൂക്കം? ബി ജെ പിക്ക് ആയിരിക്കും. അതെന്താ ഒരു ചാഞ്ചാട്ടം? അങ്ങനെയില്ല, എന്താ ചാഞ്ചാട്ടമൊന്നുമില്ല. LDF ഒരുപാട് പദ്ധതികൾ ചെയ്യുന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതൊക്കെ അങ്ങനെ കുറച്ചില്ലല്ലേ. അതെന്താ ഒന്നും ചെയ്യാറില്ലേ? എന്നാ ചെയ്യാം, എന്ത് ചെയ്യാം? ഒന്നും ചെയ്തിട്ടില്ല. ഈ പാലത്തിന്റെ കാര്യമൊക്കെ പറയുന്നു. പാലത്തിൻ്റെ നേരത്തെ പാസ്സായി കിടക്കണമല്ലേ, അത് നടപ്പാക്കുന്നു മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ചേട്ടൻ്റെ വോട്ടാർക്കാ? വോട്ടാർക്കാ? എൻ്റെ താമരൊക്കെ എപ്പോഴും താമരക്ക് തന്നെ. ശോഭാജിയുടെ നടപടികളോട് താല്പര്യമുണ്ട്? പിന്നെ താല്പര്യമുണ്ട്. മിനിഞ്ഞാന്ന് പോയി ഉച്ചക്കെ ഇതൊക്കെ പോയി കണ്ടല്ലേ. അപ്പോൾ അതെന്താ രണ്ടാമത് പിണറായി സർക്കാർ ഭരണത്തിൽ കയറിയിട്ട് എന്നാ കാര്യം, എന്തിനാ കയറിയിട്ടെന്ന്? രണ്ടാമത് കയറിയല്ലോ, എന്നിട്ട് ഒരുപാട് പദ്ധതികൾ ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഒന്നും ചെയ്തിട്ടില്ല. എന്നാ ചെയ്യാൻ, ഒന്നും ചെയ്യാൻ. അഴിമതിയാണെന്ന് തോന്നുന്നുള്ളൂ. അതെല്ലാം തോന്നുള്ളൂ നമുക്ക്. അത് മാത്രമേ ഉള്ളൂ. ശരി ചേട്ടാ, നന്ദി.